ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ പ്രൈസ് ഓഫ് ഫ്ലവർ, പൂവിൻ്റെ വില എന്ന വളരെ അർത്ഥവത്തായ ഒരു സ്റ്റോറിയാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ ബോൺസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. മാനുഷിക ബന്ധങ്ങൾ അത് വളരെ ദൃഢമായതാണ്. ദേ ആർ സോ കോംപ്ലക്സ്. അത് വളരെയധികം ശക്തമായതാണ്. ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. അതിൻ്റെ ബലം എത്രയാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ soothing effect and they cement the bonds of relationship. വാക്കുകളും പ്രവർത്തനങ്ങളും മനുഷ്യരുടെ റിലേഷൻഷിപ്പിനെ ദൃഢപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ്. ഇവിടെ വാക്കിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ്, പരിണിതഫലം, അതുകൊണ്ടുണ്ടായ ഒരു സ്റ്റോറിയാണ്. റീഡ് ഓൺ. ഇറ്റ് വാസ് നിയർലി 1 o'clock. ആ സമയം 1 മണിയായിരിക്കും. ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര പെട്ടെന്ന് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. വിച്ച് വാസ് നോട്ട് ഫാർ അവേ ഇൻ സെൻറ്റ് മാർട്ടിൻ ലൈൻ. സെൻറ്റ് മാർട്ടിൻ ലൈനിൽ നിന്ന് വളരെ വിദൂരെയൊന്നുമായിരുന്നില്ല ആ റെസ്റ്റോറൻറ്റ്. ലഞ്ച് ഹവർ ഇൻ ലണ്ടൻ restaurants were not so crowded in those days. ആ ദിവസങ്ങളിലൊന്നും ലഞ്ചിൻ്റെ സമയം അവിടെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ അവസ്ഥ, ഈ ഒരു സ്റ്റോറി എഴുതുന്നത് ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ അവസ്ഥ, ലഞ്ച് സമയത്ത് എല്ലാ ഹോട്ടലുകളും തിരക്കേറിയ ഒരവസ്ഥയാണ്. മറ്റുള്ള സമയത്തൊക്കെ തിരക്കൊഴിഞ്ഞ അവസ്ഥയാണ്. പക്ഷെ ലണ്ടനിൽ അങ്ങനെയല്ല. ആ സമയത്ത് തിരക്കില്ലായിരുന്നു. എ വെയിട്രസ് കം അപ്പ് ആൻഡ് വെയിറ്റ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. ഒരു വെയിറ്റർ വന്ന് താഴ്മയോടെ എൻ്റെ ഓർഡറിനെ പ്രതീക്ഷിച്ചു നിന്നു. ഐ റൈസ്ഡ് മൈ ഐസ് ഫ്രം ദ ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണുയർത്തി. ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ. മെനുവിലേക്കൊന്നും ഇങ്ങനെ നോക്കിയിട്ട് അവളോട് പറഞ്ഞു വാട്ട് ഐ റിക്വയർഡ്. എനിക്ക് എന്തെല്ലാം ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു, ഓർഡർ കൊടുത്തു. ആ സമയത്ത് താങ്ക് യു സാർ ഷീ സാഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. എന്നോട് താങ്ക് യു പറഞ്ഞ് അവൾ ധൃതിയിൽ ശബ്ദമൊന്നുണ്ടാക്കാതെ പെട്ടെന്ന് പോയി. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ ഒരു സമയത്ത്, മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈ. എൻ്റെ ശ്രദ്ധ എന്നോടടുത്തൊരു ടേബിളിലേക്ക് ഞാൻ തിരിച്ചു. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദെയർ. അവിടെ ഒരു ചെറുപ്പക്കാരിയായ ഇംഗ്ലീഷ് ഗേൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ. അവൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്, താല്പര്യത്തോടു കൂടെയും അത്ഭുതത്തോടു കൂടെയും. ബട്ട് ടേൺഡ് ഹെർ ഐസ് എവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. ഞാൻ അവളിലേക്ക് നോക്കിയ സമയത്ത് അവൾ പെട്ടെന്ന് അവളുടെ കണ്ണിനെ തിരിച്ചു കളഞ്ഞു. ദ ഗേൾ വാസ് 13 or 14 years old. അവൾ 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണ്.
ഹെർ ക്ലോത്ത്സ് ബിട്രീഡ് ഹെർ പോവർട്ടി. അവളുടെ വസ്ത്രങ്ങളൊക്കെ അവളുടെ ദാരിദ്ര്യത്തെ വിളിച്ചോതുന്നുണ്ട്. അത്ര മുന്തിയ ഡ്രസ്സൊന്നും അല്ല അവൾ ഇട്ടിട്ടുള്ളത്. ഹെർ ഹെയർ ഹാങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. ഇനി ഇദ്ദേഹം അവളുടെ ആ രൂപങ്ങൾ പറയാണ്. മുടിയൊക്കെ പിറകോട്ട് നിൽക്കുന്നുണ്ട്. ഹെർ ഹൈസ് വെർ ലാർജ്, വലിയ കണ്ണുകളായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ, അവളുടെ മുഖത്ത് ഒരു ദുഃഖം ഞാൻ കണ്ടു. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. അവൾ എന്നെ നോക്കുന്നില്ല എന്ന സമയത്തൊക്കെ ഞാൻ അവളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. എൻ്റെ ലഞ്ച് എനിക്ക് സെർവ് ചെയ്തു. ആ സമയത്ത് അവളുടെ ഫുഡ് ഏകദേശം കഴിഞ്ഞിരുന്നു. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. അവൾക്ക് വെയിട്രസ് എന്തായി ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ദ ഡെസ്ക് ഈസ് നിയർ ടു ഡോർ. അവൾ ഡോറിൻ്റെ അടുത്തുള്ള ബില്ല് പേ ചെയ്യുന്ന അവിടെ പോയിട്ട് പേ ചെയ്തു. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. മൈ ഐസ് ഫോളോഡ് ഹെർ. ഈ പെണ്ണ് പോകുന്നിടത്തൊക്കെ എൻ്റെ കണ്ണിങ്ങനെ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹാസ് ഷീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ്ക് ദ ക്യാഷ്യർ. അവൾ പേ ചെയ്തപ്പോൾ ക്യാഷ്യറോട് അവൾ ആവശ്യപ്പെട്ടു. ഇൻ എ ലോ വോയിസ്, ഒരു ചെറിയ ശബ്ദത്തിൽ, പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ക്യാഷ്യറോട് ചോദിച്ചു. ഐ തിങ്ക് സോ, ഞാനും അങ്ങനെ വിചാരിക്കുന്നു. അദ്ദേഹം ഇന്ത്യക്കാരനെന്ന് വിചാരിക്കുന്നു. ദ ക്യാഷ്യർ ആൻസേർഡ്. ക്യാഷ്യർ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുകയാണ്, ഡസ് ഹീ കം ഹിയർ ആൾ ദ ടൈം. അദ്ദേഹം ഇവിടെ എപ്പോഴും വരാറുണ്ടോ? സ്ഥിരം കസ്റ്റമറാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പെർഹാപ്സ് നോട്ട്. ഐ ഡോണ്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിനു മുൻപ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. താങ്ക് യു സാഡ് ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻ്റ് ഔട്ട്. അങ്ങനെ ക്യാഷ്യറോട് നന്ദി പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്കൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ഇറ്റ് സർപ്രൈസ്ഡ് മീ. അതെന്നെ അത്ഭുതപ്പെടുത്തി. വൈ, എന്തുകൊണ്ടാണ്? വാട്ട് വാസ് ദ മാറ്റർ, എന്താ പ്രശ്നം? ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവൾക്ക് എന്നോടുള്ള ആ ഒരു താല്പര്യം എനിക്ക് അവളിലും ജനിക്കാൻ തുടങ്ങി. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച്. ഞാൻ എൻ്റെ ഭക്ഷണം പൂർത്തിയാക്കിയപ്പോൾ ഐ ആസ്ക്ഡ് വെയിട്രസ്. ഞാൻ ആ വെയിട്രസിനോട് ചോദിച്ചു, ഡു യു നോ ദ ഗേൾ. നിങ്ങൾക്ക് ഈ പെണ്ണിനെ, ഈ സ്ത്രീയെ അറിയാമോ? ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ. ആ സീറ്റിലിരുന്ന കുട്ടിയെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആ വെയിട്രസ് പറഞ്ഞു, നോ സർ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹെർ. എനിക്ക് അവളെ അറിയില്ല. ടു സ്പീക്ക് ഓഫ്, ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച്ഡ് ഹിയർ ഓൺ സാറ്റർഡേ. എല്ലാ സാറ്റർഡേയും ലഞ്ച് കഴിക്കാനാണ് അവരിവിടെ വരാറുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേയ്സ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, മറ്റു ദിവസങ്ങളൊന്നും വരാറില്ലേ? അപ്പോൾ വെയിട്രസ് പറയാ, ഐ നെവർ സീ ഹെർ ഓൺ അതേഴ്സ് ഡേയ്സ്. മറ്റുള്ള ദിവസങ്ങളൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീസ്. അവൾ ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെയിട്രസ് പറയുന്നത്, പെർഹാപ്സ് ഷീ വർക്ക് ഇൻ എ നിയർ ഷോപ്പ്. ഒരുപക്ഷെ അവൾ ഈ അടുത്തുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ നമ്മുടെ നരേറ്റർ ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാമത്?
അപ്പോൾ വെയിട്രസ് പറയാണ് സാറ്റർഡേ ഈസ് പേ ഡേ. സാറ്റർഡേ ആണ് എല്ലാ സ്ഥലത്തും പണം നൽകാറുള്ള, ഒരാഴ്ച ഒരു വീക്കിൽ പണം നൽകാറ് സാറ്റർഡേ ആണ്. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. അതുകൊണ്ടാണ് അവൾ വരുന്നത്. ഓൺ അതർ ഡേയ്സ്, മറ്റുള്ള ദിവസങ്ങൾ ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. പെർഹാപ്സ്, ഒരുപക്ഷെ അവൾക്ക് ലഞ്ചിനുള്ള ക്യാഷ് വഹിക്കാൻ കഴിഞ്ഞെന്ന് വന്നില്ലേക്കാം. അതുകൊണ്ടാണ് അവൾ വരാത്തത്. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരുപക്ഷെ അവൾക്ക് സാലറി വളരെ കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവൾ വരാത്തത്. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സാഡ്. ദ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ. ആ കുട്ടിയുള്ള ജിജ്ഞാസ എന്നെ വർദ്ധിച്ചു വന്നു. പെർസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിലനിന്നു എന്നാണ്. ഹൂ വാസ് ദ ചൈൽഡ്? ഏതാണ് കുട്ടി? ആരാണ് ആ കുട്ടി? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? എന്തിനാണ് അവൾ പറ്റി അന്വേഷിച്ചത്? വാസ് സം മിസ്റ്ററി? എന്തോ ഒരു നിഗൂഢത. ദ കേസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്? അവളുടെ എന്നോടുള്ള താല്പര്യത്തിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. ഹെർ പോവർട്ടി സ്ട്രിക്കൺ സാഡ് ആൻഡ് അൺഎക്സ്ക്യൂസ് ഫിഗർ ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്സ്. അവളുടെ പോവർട്ടിയും അവിടെ ഈ ഒരു വ്യക്തിത്വവും ഈ ഒരു സാഡായിട്ടുള്ള വ്യക്തിത്വം, ഇതൊക്കെ എൻ്റെ മനസ്സിൽ അവളെ തന്നെ നിലനിർത്തി. അതായത് അവളെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഓൺ സൺഡേയ്സ്, ഞായറാഴ്ച ദിവസങ്ങളിൽ ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. എല്ലാ ലണ്ടൻ ഷോപ്പുകളും ക്ലോസ് ആണ്. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അതുകൊണ്ട് അവളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ എന്തായി തീരുമാനിച്ചു. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലൈൻസിലുള്ള എല്ലാ ഷോപ്പിലും ഞാൻ അവളെ തിരഞ്ഞു. ആൻഡ് എക്സ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്റ്റാൻഡ്, ബട്ട് ഐ ഫൗണ്ട് നോ ട്രൈസ് ഓഫ് ദ ഗേൾ. ഞാൻ എല്ലായിടത്തും ഞാൻ തിരഞ്ഞു, പക്ഷേ അവളെക്കുറിച്ചുള്ള ഒരു തുമ്പും ലഭിച്ചില്ല. അങ്ങനെ അവളെ അന്വേഷിച്ച് ദ വീക്ക് പാസ്ഡ്, ഒരാഴ്ച കടന്നുപോയി. സാറ്റർഡേ, ശനിയാഴ്ച, കം എഗെയിൻ, വീണ്ടും ഒരു ശനിയാഴ്ച എത്തി, ഒരാഴ്ച കടന്നുപോയാണ്. ഐ പ്രസൻറ്റ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ആ വെജിറ്റേറിയൻ കടയിൽ അന്ന് കയറി. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹെർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. ഞാൻ അവിടെ ചെന്നപ്പോൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച അവൾ ഇരുന്നിരുന്ന അതേ ടേബിൾ അവൾ ഇരിക്കുന്നത് കണ്ടു. ഷീ വാസ് ഈറ്റിംഗ്. അവൾ ഭക്ഷണം കഴിക്കുകയാണ്. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹെർ. ഞാൻ അവളുടെ ഓപ്പോസിറ്റുള്ള ചെയറിലിരുന്നു. സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. അവളോട് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു. അപ്പോൾ അവൾ തിരിച്ച് എനിക്ക് പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഷീ റെസ്പോണ്ടഡ്. അവൾ മറുപടി പറഞ്ഞു. ഹെസിറ്റൻ്റ്ലി, മടിയോടുകൂടെ എന്നോട് അവർ മറുപടി പറഞ്ഞു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അറ്റ് ലീസ്റ്റ് ഷീസ് ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം ഞാൻ എന്തായി, അവളുമായിട്ടൊരു ഇൻട്രാക്ഷൻ, ഒരു കോൺവെർസേഷന് തയ്യാറായി. അങ്ങനെ ആ സമയത്ത് അവൾ എന്നോട് ചോദിച്ചു, ആർ യു ആൻ ഇന്ത്യൻ? നിങ്ങളൊരു ഇന്ത്യനാണോ? ഞാൻ പറഞ്ഞു യെസ്, അതെ, ഞാനൊരു ഇന്ത്യനാണ്. അപ്പോൾ തിരിച്ചവൾ വീണ്ടും ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, വൈ ഡു യു ആസ്ക് ദാറ്റ്? എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അവൾ പറയാ, ഐ ഹാവ് ഹെയർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഞാൻ കേട്ടിട്ടുണ്ട്
അധിക ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, അതിനോട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? അപ്പോൾ നമ്മുടെ നരേറ്റർ ചോദിക്കുകയാണ്, നീ ഇന്ത്യയെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം, എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. എൻ്റെ സഹോദരൻ ഇന്ത്യയിലാണുള്ളത്. ഹീസ് എ സോൾജിയർ. അവനൊരു പട്ടാളക്കാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഞാൻ വെജിറ്റേറിയനൊന്നല്ല. ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ. അവരുടെ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ നൽകി. ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ. പക്ഷേ ഞാൻ വെജിറ്റേറിയൻ ആയിട്ടുള്ള മീൽ ഇഷ്ടപ്പെടുന്നു. നൗ ആൻഡ് ദെൻ. ഇപ്പോഴും എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നു. ദ ഗേൾ സീമിഡ് ഡിസപ്പോയിൻറ്റഡ്. ആ ഒരു ഗേളിൻ്റെ മുഖത്തപ്പോൾ ഒരു നിരാശ എനിക്കിങ്ങനെ കാണാൻ തുടങ്ങി. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ഹെർ എൽഡർ ബ്രദർ. എനിക്ക് മനസ്സിലായി അവളുടെ സംരക്ഷകൻ ആകെ അവളുടെ ബ്രദർ മാത്രമാണ്. ഷി ലിവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോഡ് മദർ. അവൾ ഇവിടെ താമസിക്കുന്നത് അവളുടെ വിധവയായ അമ്മയോട് കൂടെയാണ്. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? അപ്പോൾ നമ്മുടെ നരേറ്റർ ചോദിക്കുകയാണ്, നിങ്ങളെ സഹോദരനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, സഹോദരൻ്റെ വർത്തമാനം എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാ, വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറച്ച് കാലങ്ങളായിട്ട് അവരിൽ നിന്നും ഒരു ലെറ്ററും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മൈ മദർ ഈസ് വെരി വറീഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വളരെ വിഷമിച്ചിരിക്കുകയാണ്. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗർ ആൻഡ് സ്നൈക്സ് ആൻഡ് ഫീവേഴ്സ്. ഇന്ത്യ ടൈഗറിൻ്റെയും അതേപ്രകാരം പാമ്പുകളും പലതരത്തിലുള്ള പനികളും നിറഞ്ഞ നാടാണ് എന്ന് ജനങ്ങൾ അമ്മയോട് പറയാറുണ്ട്. അങ്ങനെ അമ്മ അതിൽ പേടിച്ച് നിൽക്കുകയാണ്. ഷീ ഈസ് അഫ്രെയ്ഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അവർക്ക് വല്ലതും സംഭവിച്ചോ എന്ന് അവൾ ഭയപ്പെടുന്നു. ഈസ് ഇറ്റ് ട്രൂ? ഈ ആളുകൾ പറയുന്നത് സത്യമാണോ സർ? ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗർ ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവർ. ഇന്ത്യ ടൈഗറും സ്നൈക്സും വിവിധങ്ങളായ ഫീവേഴ്സും നിറഞ്ഞ പനികളും നിറഞ്ഞ ഒരു നാടാണോ? നോ. ഐ സ്മൈൽഡ്. ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദെയർ ഇഫ് ഇറ്റ് വെയർ? അവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ അവിടെ ജനങ്ങൾ താമസിക്കുക, എങ്ങനെ അവിടെ ജീവിക്കുക? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. അവർ ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി ഒന്ന് നെടുവീർപ്പിട്ടു. മദർ സെയ്സ് ഷി വുഡ് like to ask an Indian about these things if she can find an Indian. അമ്മ പറയാറുണ്ട്, അമ്മ ഒരു ഇന്ത്യനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് അമ്മ പറയാറുണ്ട്. The girl looked at me with eyes full of entreaty. ഒരപേക്ഷ എന്ന രൂപത്തിൽ ആ പെൺകുട്ടി എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ആ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഷി വാണ്ടഡ് മീ ടു സീ ഹർ മദർ. അവളുടെ അമ്മയെ ഞാൻ കാണലിനെ ആവശ്യപ്പെടുന്നെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ടു കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. അവളുടെ വീട്ടിലേക്ക് വരുമോ എന്ന് എന്നോട് പറയാൻ അവൾക്ക് ഒരു മടിയുണ്ട്. ഐ keen desire to meet her poor and excuse mother took hold of me. I had not had the opportunity to visit an imposed Indian English home. ഞാൻ അവളുടെ അമ്മയെ നേരിൽ ചെന്ന് കാണാനും അവളോട് കാണാൻ വരാമെന്ന്
സമ്മതിക്കുകയും ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ഇതിനു മുൻപ് എനിക്ക് ദാരിദ്ര്യം ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ദാരിദ്ര്യം പിടിച്ച ഒരു വീട് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. ഇതുപോലത്തെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് പാവപ്പെട്ടവർ ജീവിക്കുക എന്ന് എനിക്കറിയണം എന്നുള്ള അതുകൊണ്ട് ഞാൻ എന്തായാലും വരാം എന്ന് അവരോട് പറഞ്ഞു. ടു നോ വാട്ട് ദേ തിങ്ക്, എന്താണ് ആ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും അവരെന്താണ് അവരുടെ ചിന്ത എന്നും എനിക്കറിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വരാമെന്ന രീതിയിൽ അവളോട് പറഞ്ഞു.